ഇറാന്റെ പിന്തുണയോടെ ഇറാഖിൽ രൂപം കൊടുത്തിരിക്കുന്ന കഥായിബ് ഹിസ്ബുള്ള ഇറാനൊപ്പം ചേർന്ന് യുദ്ധം നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒറിജിനൽ ഹിസ്ബുള്ളയും യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ അമേരിക്കയുടെ താൽപര്യങ്ങൾക്കുമേൽ ആക്രമണമുണ്ടാവും എന്നാണ് ഇറാഖിലെ ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഇറാഖിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാഖിലെ ഹിസ്ബുള്ള എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളും സൂചന നൽകുന്നു. ഇതിനിടയിൽ ഇറാനിലെ എംബസികളൊക്കെ അടച്ചുപൂട്ടി പല രാജ്യങ്ങളും നാടുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളും ടെഹ്റാനിലെ എംബസികൾക്ക് താഴിട്ടു. എന്നാൽ അവർക്കാർക്കും മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ടെഹ്റാൻ ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമല്ല, ഇറാന്റെ എയർ സ്പേസും അടച്ചിരിക്കുകയാണ്. ഇറാനിന് പുറത്തേക്കും ഇറാനകത്തേക്കും ഒരു വിമാനത്തിനും, യാത്രാ വിമാനം അടക്കം ഒരു വിമാനത്തിനും വരാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇറാന്റെ അനുമതിയോടെ ഒഴിപ്പിക്കൽ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. എംബസി ഉദ്യോഗസ്ഥരും ഇറാനിൽ താമസിക്കുന്ന അവരവരുടെ പൗരന്മാരെയും സുരക്ഷിതമായി എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഒരു വശത്ത് ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയും അതൊരു യുദ്ധമായി മാറുമെന്ന സൂചനകൾ പുറത്തുവരികയും ചെയ്യുമ്പോഴും ഇസ്രായേൽ ഗാസയിലെ ആക്രമണം തുടരുകയാണ്. ഗാസയിൽ ഇന്നലെ മാത്രം 72 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. 8ാം ദിവസത്തിലേക്ക് കടന്ന യുദ്ധം എന്ന് അവസാനിക്കും എന്ന് സൂചനയൊന്നുമില്ലെങ്കിലും കഴിഞ്ഞ 7 ദിവസത്തേക്കാൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് എന്നത് പ്രതീക്ഷ നിർഭരമാണ്. എന്നാൽ അമേരിക്കയുടെ വരവ് പ്രതീക്ഷിച്ച് ആശങ്കയോടെ ഇറാൻ അവർ ഇതുവരെ സമ്പാദിച്ച അണുവായുധങ്ങളും കെട്ടിപ്പറക്കിക്കൊണ്ട് നെട്ടോട്ടത്തിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.